ഏവർക്കും ഇടവക ദിനത്തിന്റെ ആശംസകൾ. നമ്മുടെ മാതൃവേദി ഒരു കാര്യത്തിലും ഒട്ടും പുറകോട്ടല്ലെന്ന് പലവട്ടം തെളിയിച്ചിട്ടുള്ളതാണല്ലോ. ഇത്തവണയും പാരിഷ് ഡേ കളറാക്കാൻ മാതൃവേദി സംഘം ഒരുങ്ങിയിട്ടുണ്ട്. അതാ നമ്മുടെ മുൻ മാതൃവേദി പ്രസിഡന്റ് ഒരു പറ്റം യുവസുന്ദരികളുമായി കടന്നു വരുന്നു. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ. പിന്നെ നമ്മുടെ പാരിഷ് ഡേ അല്ലേ എന്ന് നമ്മുടെ കഴിവുകളൊക്കെ അങ്ങ് പുറത്തെടുക്കാൻ കിട്ടുന്ന അവസരം, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. ആടാനും പാടാനുമൊക്കെ തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ. ഒരു ചെറിയ സ്റ്റാർട്ടിംഗ് ട്രബിൾ മാത്രം. അതിനല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. നമുക്കൊരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആയാലോ? ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. അതിന്റെ ഉത്തരം ഡാൻസ് ആയിട്ടോ പാട്ടായിട്ടോ എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ അങ്ങ് അവതരിപ്പിച്ചാൽ മതി. അത് കലക്കി. എന്നാൽ ചോദ്യങ്ങൾ പോരട്ടെ. ആദ്യത്തെ ചോദ്യം. 4 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കേരളത്തിലേക്ക് ഓടുന്നവരാണല്ലോ നമ്മളിൽ പലരും. കേരളത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയുന്നത്? കേരളത്തെ കുറിച്ചല്ലേ ചോദ്യം. അതിന് നമ്മുടെ ക്ലാസിക്കൽ ഡാൻസസ് തന്നെ ഒരു ക്ലാസിക് ആൻസർ തരും. എന്താ ചേച്ചിമാരെ ഇത്? ആദ്യത്തെ ഉത്തരം തന്നെ ഞെട്ടിച്ചു കളഞ്ഞല്ലോ. നമ്മുടെ ഐസ് ബ്രേക്കിംഗ് ഒക്കെ കഴിഞ്ഞല്ലോ ഇല്ലേ? എന്താ ചേച്ചിമാരെ ഒരു ടെൻഷൻ? അതല്ല, അവരങ്ങ് പോവുകയും ചെയ്തു. നമ്മുടെ മെയിൻ ഡാൻസേഴ്സോട്ട് എത്തിയിട്ടുമില്ല. നിങ്ങളെല്ലാവരും ഇല്ലേ? നിങ്ങൾ എന്താ മോശക്കാരാണോ? മനക്കെട്ടി, തൊലിക്കെട്ടി, ചങ്കൂറ്റം, ഈ 3 കാര്യങ്ങളില്ലാത്തത് കൊണ്ട് ഈ പണിക്കിറങ്ങേണ്ടെന്ന്. ഏത്? ഡാൻസ് ചെയ്യുന്ന റിസ്ക് എടുക്കേണ്ടെന്ന് ഉറപ്പിച്ചതായിരുന്നു ഞങ്ങൾ. കാലത്ത് നിർത്ത് കയ്യെത്തിയെന്നും വീണെന്നും ഒക്കെ സംഭവിക്കാം. എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചു. ഇനി മുൻപോട്ട്. അടുത്ത ചോദ്യത്തിലേക്ക് തുടർന്നാലോ? ഇത് പറയൂ, എന്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളതും തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അധികം മിസ് ചെയ്യുന്നതുമായ സംഗതി? അതറിയിട്ടെ. 1-ാം തീയതി ഹർത്താൽ, 2-ാം തീയതി, 3-ാം തീയതി, 4-ാം തീയതി പണിമുടക്ക്, 5-ാം തീയതി, 6-ാം തീയതി ബസ് സമരം, 7-ാം തീയതി ഹർത്താൽ വേഴ്സസ് ഹർത്താൽ, ഹർത്താൽ വേഴ്സസ് ഹർത്താൽ. മിസ് ചെയ്യുക തന്നെ ചെയ്യും. എല്ലാവരും ജോലിക്കാരല്ലേ? അതാ. എന്നാൽ അടുത്ത ചോദ്യം കേട്ടോളൂ. സുന്ദരനും സുമുഖനും സുസ്മേരവദനനുമായ നമ്മുടെ പ്രിയപ്പെട്ട
നിവിൻ അച്ഛനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പോ നിവിനച്ഛനെ കുറിച്ച് ചോദിച്ച സ്ഥിതിക്ക് നമ്മുടെ വിശിഷ്ട അതിഥി സനീഷ് അച്ഛനെ കുറിച്ച് ചോദിക്കാതിരിക്കുന്നത് മോശമല്ലേ? പറഞ്ഞോളൂ. കണ്ട് സനീഷിച്ച സെന്റ് അച്ഛനോടുള്ള സ്നേഹം. അടുത്തത് സിമ്പിളായ ഒരു ചോദ്യം. ഇന്ന് പള്ളിയിൽ എന്താ വിശേഷമെന്ന് നിങ്ങളുടെ ഭാഷയിൽ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എല്ലാവരും അടിപൊളിയാണല്ലോ. ഇതിനാണ് ഇത്ര ടെൻഷൻ അടിച്ചിട്ടിരുന്നത്. ഇനി എന്റെ കയ്യിൽ ചോദ്യങ്ങളൊന്നുമില്ല. ഇതൊരു തുടക്കം മാത്രം. ഇതാ നമ്മുടെ ഡാൻസ് ട്രൂപ്പ് റെഡിയായി നിൽക്കുന്നു. വാ മക്കളെ വാ. നമ്മുടെ ഇടവകയിലെ ഓരോ മാതാക്കളും എത്ര കഴിവുള്ളവരാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അവരെന്തോ ബാക്കി വെച്ചിട്ട് പോകുന്നത് പോലെ തോന്നുന്നു. നിങ്ങൾക്കോ ശക്തമായ ഒരു തിരിച്ചുവരവിന്റെ സൂചന പോലെ. ഒരു 11 ഒളിക്കാനല്ല കുതിക്കാനാ.